നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാവിലേക്ക് ഓടിയെത്തുന്ന രുചികളിൽ മധുരത്തിനേക്കാൾ മുന്നിലായി മറ്റൊന്നുമില്ല. ഇന്ന് ഞാൻ ഒരു മധുരവുമായാണ് വന്നിരിക്കുന്നത്. ആഗ്ര പേട്ട. താജ്മഹലിനോളം പഴക്കമുള്ള ആഗ്രയിലെ പേട്ട, വെണ്ണക്കല്ല് പോലെയുള്ള ഈ കുമ്പളങ്ങ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പാകമായ കുമ്പളങ്ങയാണത്. ഇളവൻ ഉപയോഗിക്കരുത്. നല്ല കട്ടിയുള്ളതും ഫ്രഷ് ആയതുമായ കുമ്പളങ്ങയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ 1.5 കിലോ വരുന്നൊരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. 1 കിലോ കുമ്പളങ്ങയ്ക്ക് 1/2 കിലോ പഞ്ചസാര എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ചുണ്ണാമ്പാണ്. സാധാരണയായിട്ട് മുറുക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചുണ്ണാമ്പാണിത്. ഇത് മിക്കവാറും എല്ലാ കടകളിലും തന്നെ കിട്ടും. ഇതിന് അധികം വിലയും വരുന്നില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ചുണ്ണാമ്പ് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് കുമ്പളങ്ങ മുറിച്ചെടുക്കാം. ഒരു കിലോ കുമ്പളങ്ങ ക്ലീൻ ചെയ്ത് നുറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1/2 കിലോ മാത്രമേ കിട്ടുള്ളൂ. ഇത് സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന പോലെയല്ല ക്ലീൻ ചെയ്യേണ്ടതും കഷ്ണങ്ങളാക്കേണ്ടതും. പുറന്തോട് ഒട്ടും പച്ചപ്പില്ലാത്ത രീതിയിൽ തന്നെ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഉൾഭാഗത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും പൂർണ്ണമായിട്ട് മാറ്റണം. ഇതുപോലെ ഹാർഡായ ഭാഗം മാത്രമേ ഉപയോഗിക്കാവൂ. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കുമ്പളങ്ങ നുറുക്കിയെടുക്കാനായിട്ട്. ഏകദേശം 1.5 ഇഞ്ച് വലിപ്പമെങ്കിലും ഉണ്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഈ കുമ്പളങ്ങ 750 ഗ്രാം ഉണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് നുറുക്കിയതിന് ശേഷം ഓരോ കഷ്ണങ്ങളും എടുത്ത് ഇതുപോലെ ഫോർക്ക് കൊണ്ട് എല്ലാ വശങ്ങളിലും ഹോളിട്ട് കൊടുക്കുക. പഞ്ചസാര ലൈനി കുമ്പളങ്ങയുടെ അകത്തേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം എടുക്കുക. അതായത് മുഴുവൻ കുമ്പളങ്ങ കഷ്ണങ്ങളും ഇതിൽ മുങ്ങിക്കിടക്കണം. അത്രയും വെള്ളം വേണം ഇതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ചുണ്ണാമ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ കലക്കിയെടുക്കുക. എന്നിട്ടിത് അരിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചുണ്ണാമ്പിലുണ്ടാവുന്ന തരികൾ എല്ലാം ഒഴിവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മാത്രമല്ല നന്നായിട്ട് മിക്സ് ആക്കി കിട്ടുകയും ചെയ്യും. അതിനുശേഷം എല്ലാ കുമ്പളങ്ങ കഷ്ണങ്ങളും ഈ വെള്ളത്തിലിട്ട് 10 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം. മിനിമം 10 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വയ്ക്കണം. ഇപ്പോൾ ഇത് 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം നേരത്തേലും നല്ല ഹാർഡായിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ചുണ്ണാമ്പിൻ്റെ അംശങ്ങൾ പോകുന്നത് വരെ നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ആ തിളച്ച് കഴിയുമ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങൾ എല്ലാം അതിലേക്ക് ഇട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കൂടുതൽ വെള്ളമുള്ളത് കുമ്പളങ്ങയുടെ സുഷിരങ്ങളിലുള്ള ചുണ്ണാമ്പ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ കുമ്പളങ്ങ ഒരുപാട് അങ്ങനെ വെന്ത് പോവരുത്. 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയണത്. നമുക്ക് ഇനി ഇത് ഒരു സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ദാ കഷ്ണങ്ങളെല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെണ്ണക്കല്ല് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലെ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ 750 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തം കുമ്പളങ്ങ 1.5 കിലോ ആയിരുന്നു. അത് ക്ലീൻ ചെയ്ത ശേഷം നമുക്കത് 750 ഗ്രാമാണ് കിട്ടിയത്.
അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് 850 ഗ്രാം പഞ്ചസാരയാണ് ഈ കുമ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക. സമാസമം ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര കാരമലൈസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഉരുകിയ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇടുക. അതിനുശേഷം കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി ഒന്നുകൂടെ വെന്ത് വരണം. ഇതിൽ ഏകദേശം 15 മിനിറ്റോളം സമയം എടുത്ത് ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇവിടെ ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കുറുക്കി വരുന്നുണ്ട്. ഇത് നല്ല കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കുമ്പളങ്ങയുടെ ക്വാളിറ്റി, പഞ്ചസാരയുടെ അളവ്, ടെമ്പറേച്ചർ, ടൈമിങ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ഫ്ലേവറിങ് ഏജൻസ് ഒന്നും ചേർത്തിട്ടില്ല, കളറും ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ഏലക്കയോ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര പനിയെല്ലാം നന്നായിട്ട് വറ്റി കഷ്ണങ്ങളിലെല്ലാം നന്നായി കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്ന് ഓരോന്നായിട്ട് കോരിയെടുത്തിട്ട് ഒരു ഗ്രില്ലിലേക്ക് മാറ്റാം. ഇത് സ്റ്റവ് ഓഫ് ചെയ്യാതെ വേണം ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 8 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഇത് പുറമേ നോക്കുമ്പോൾ കൽക്കണ്ടം പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പേട്ട, ആഗ്ര പേട്ട അഥവാ കുമ്പളങ്ങ മിഠായി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റാണിത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വളരെ എക്സ്പെൻസീവായ ഈ സ്വീറ്റ് ചുരുങ്ങിയ ചിലവിലും വളരെ വൃത്തിയിലും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.